നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഓരോ മനുഷ്യന്മാരോടും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ആ പണത്തിനു വേണ്ടി സ്വന്തം അമ്മയെയും മകനെയോ അല്ലെങ്കിൽ അച്ഛനെയോ ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ തന്നെ കൊല്ലാൻ ഒരു മടിയുമില്ല. അങ്ങനെ കൊന്നു കളഞ്ഞാൽ പിന്നെ ആ പണം കൊണ്ട് യാതൊരുവിധ ഉപയോഗമില്ല എന്ന് പോലും ചിന്തിക്കാനുള്ള കഴിവ് അപ്പോൾ ആ നിമിഷത്തിൽ അവർക്ക് ഇല്ലാതെ പോവുകയാണ്. സമാനമായ ഒരു സംഭവമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബൈക്ക് അപകടത്തിൽ നേരിയ പരിക്കുപറ്റി ആശുപത്രിയിലായ ഭർത്താവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഭാര്യ. 2 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയാണ് യുവതിയും കാമുകനും ആശുപത്രിയിൽ ജീവനക്കാരന്റെ സഹായത്തോടെ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കർണാടകയിലെ ബെലഗാവിലാണ് ഈ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. മുൻ സൈനികനായ സന്ദീപ് മഞ്ചർഗായെയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സന്ദീപിന്റെ ഭാര്യ സുമ, കാമുകൻ, ആശുപത്രി ലാബ് ജീവനക്കാരൻ, നഴ്സ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 13-നാണ് ബൈക്ക് അപകടത്തെ തുടർന്ന് സന്ദീപിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നും പിന്നീട് ജെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം മൂലം സന്ദീപ് മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവിട്ടത്. ഫോറൻസിക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഈ മിംസ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ചിരുന്നില്ല. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. കുടുക്കിയത് കാമുകന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആണ്. സംഭവത്തിൽ പോലീസിന് ദുരൂഹത തോന്നിയെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമെന്ന് രേഖപ്പെടുത്തിയിരുന്നതിനാൽ മുന്നോട്ടുള്ള അന്വേഷണം സാധ്യമായിരുന്നില്ല. അങ്ങനെയായിരിക്കെയാണ് ബൈക്ക് അപകടത്തിൽ ആശുപത്രിയിലെത്തിയ ആൾ എങ്ങനെയാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് എന്ന സ്റ്റാറ്റസ് സുമയുടെ കാമുകൻ ഈ പുന്താലിക് ഡോംബർ ഇട്ടത്. ഇതേക്കുറിച്ച് തനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന തരത്തിലായിരുന്നു ഇയാളുടെ സ്റ്റാറ്റസ്. ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഒടുവിൽ പുന്തലിക് താനും സുമയും മറ്റ് 2 പേരും ചേർന്നാണ് സന്ദീപിനെ വകവരുത്തിയത് എന്ന് സമ്മതിക്കുകയായിരുന്നു. സന്ദീപുമായുള്ള ബിസിനസ് കൂടിക്കാഴ്ചക്കിടെയാണ് സുമയുമായി പുന്തലിക് പ്രണയത്തിലാകുന്നത്. ബന്ധം വളർന്നതോടുകൂടി സന്ദീപിനെ വകവരുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് ഇരുവരും ഒന്നിച്ച് ജീവിക്കാനായിരുന്നു തീരുമാനം. സന്ദീപ് അറിയാതെ ഇൻഷുറൻസ് പോളിസികൾ 3 കമ്പനികളുടെ പേരിലായി മാറ്റി. തുടർന്ന് ബൈക്ക് അപകടമാക്കി ആശുപത്രിയിലാക്കുകയും ട്രിപ്പിൽ വിഷം ചേർത്ത് ഉറക്ക ഗുളിക നൽകിയുമാണ് കൊലപാതകം നടന്നത്. ആശുപത്രി അധികൃതരും കുറ്റകൃത്യത്തിൽ പങ്കാളികളായെന്നും ശരിക്കുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ കൃത്രിമം കാട്ടിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിൽ വിഷം സൂക്ഷിച്ച കുപ്പികളും സിറിഞ്ചും മൊബൈൽ ഫോണുകളും ഒക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണല്ലേ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്.